കുഞ്ഞു വാഴ കയ്യിലൊരു കുഞ്ഞനെന്നാൻ വന്നിരിപ്പോ, കുഞ്ഞു വാല് കിക്കിലുക്കം ആടിയാടി പാടിടുന്നു, ആടിയാടി പാടിടുന്നു. ശരീരം തളർന്നുപോയതിനെ തുടർന്ന് 4ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നു. ആ 4ാം ക്ലാസ്സുകാരി പിന്നീട് കഥകളും കവിതകളും എഴുതി. അതും പേന പോലും ശരിക്കും പിടിക്കാനാകാത്ത കൈകൾ കൊണ്ട്. പറഞ്ഞു വരുന്നത് സ്പൈനൽ മസ്കുലർ അട്രോഫി ശരീരം തളർത്തിയെങ്കിലും ജീവിതം പോരാട്ടമാക്കിയ 48കാരി സതിയെക്കുറിച്ചാണ്. ബാലസാഹിത്യങ്ങളടക്കം 3000-ഓളം പുസ്തകങ്ങൾ വായിക്കുകയും കുറിപ്പുകൾ എഴുതുകയും ചെയ്ത കൊടക്കാട് പൊള്ളപ്പൊയിലിലെ MV സതി ഭിന്നശേഷിക്കാർക്കു മാത്രമല്ല, സമൂഹത്തിനു തന്നെ മാതൃകയാണ്. രോഗം വരിഞ്ഞു മുറുക്കുമ്പോൾ കീഴടങ്ങുന്നതിനു പകരം പൊരുതി നിൽക്കാൻ തന്നെയായിരുന്നു സതിയുടെ തീരുമാനം. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള വിവിധ പ്രവർത്തനങ്ങളിലും സതി പങ്കാളിയായി. 2021 ഭിന്നശേഷിക്കാർക്ക് ഏർപ്പെടുത്തിയ മികച്ച സർഗാത്മക വ്യക്തിത്വ നാഷണൽ അവാർഡും 2025 സംസ്ഥാന വനിതാ കമ്മീഷന്റെ സ്ത്രീ ശക്തി പുരസ്കാരവും സതി കരസ്ഥമാക്കി. കുട്ടിക്കാലത്ത് ചുമര് പിടിച്ച് നടക്കുമായിരുന്ന സതി 2007 പൂർണ്ണമായും കിടപ്പിലാകുന്നത്. 2010 വരെ വീൽചെയറിൽ 4 ചുവരുകൾക്കുള്ളിൽ. പിന്നീടാണ് ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഫ്ലൈയുടെ ക്യാമ്പിൽ ബന്ധുക്കളുടെ നിർബന്ധത്തെ തുടർന്ന് സതി എത്തുന്നത്. അവിടെ സതി കണ്ടത് മറ്റൊരു ലോകമായിരുന്നു. തന്നെക്കാൾ അവശതയും കഴിവുമുള്ളവരെ കണ്ടപ്പോൾ മനസ്സിലുറപ്പിച്ചു, സമൂഹത്തിൽ താനും ഉയർന്നുവരുമെന്ന്. അങ്ങനെയാണ് സാഹിത്യ ലോകത്തേക്കുള്ള കടന്നുവരവ്. വിവിധ ആനുകാലികങ്ങളിലും ആകാശവാണിയിലും കഥകളും കവിതകളും എഴുതി. അപ്പം ഞാൻ 2010 ഫ്ലൈയിൽ, 2007 മുതലാണ് നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ഒരു സംഘടനയുണ്ട്, ഫ്ലൈ എന്ന പേരിൽ പയ്യന്നൂരായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സംഘടന അവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട്. ആ ക്യാമ്പിൽ തന്നെ 2007 മുതൽ ഇവർ പോകാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടേക്ക് പോകാൻ പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളെപ്പോലെ ഒരാളെ അല്ല ഞാൻ, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ അവരെന്നെ നിർബന്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ ക്യാമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എത്തുന്നത് അവിടെ 2010 ആ ക്യാമ്പിലേക്ക്. അങ്ങനെ ഏട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ പോയി ഒരു ദിവസം നോക്കി, എന്നിട്ട് താമസിക്കാൻ പറ്റില്ലെങ്കിൽ വരാം, അല്ലെങ്കിൽ 3 ദിവസം താമസിച്ച് നോക്കി എങ്ങനെയാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് എന്നെക്കാളും മേലെ അവശതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരും അതുപോലെ തന്നെ എന്നെക്കാളും കഴിവുകളുള്ള ഒരാളാട് ആൾക്കാരും ഈ സമൂഹത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്കും തോന്നി ഈ സമൂഹത്തിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉയർന്നു വരാൻ പറ്റും, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ഒരാളല്ല എന്നുള്ളത് എനിക്കുള്ള പ്രചോദനം ഫ്ലൈ ആണ്. അപ്പോൾ അവിടുന്ന് അത് തൊട്ടാണ് ഞാൻ 2010 തൊട്ടാണ് എൻ്റെ ഈ ഉയർച്ചയെല്ലാം വന്നിട്ടുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി വോട്ടർമാരുടെ ജില്ലാ അംബാസിഡറായി മാറി സതി. 2011 ഗുളിക വരച്ച ചിത്രങ്ങൾ എന്ന കഥാസമാഹാരവും 2020 100 കവിതകളുടെ സമാഹാരവും പ്രസിദ്ധീകരിച്ചു. എഴുതി അഭിനയിച്ച വീഡിയോ ആൽബങ്ങളും പുറത്തിറങ്ങി. ഏറെ പ്രശസ്തമായ സതിയുടെ തിരുമാംഗല്യം എന്ന ഭക്തിഗാനം ക്ഷേത്ര സന്നിധിയിൽ KS ചിത്ര പാടിയത് ഏറെ ആവേശവും ആഹ്ലാദവും നൽകിയെന്ന് സതി പറയുന്നു. ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ നിരവധി നാഴികക്കല്ലുകൾ കൈപ്പിടിയിലൊതുക്കാനുള്ള യാത്രയിലാണ് സതി. കുഞ്ഞു വാല് കിക്കിലുക്കം ആടിയാടി പാടിടുന്നു, ആടിയാടി പാടിടുന്നു, തേനൊന്നാൻ വാ മകളെ കിളിമകളെ. ETV ഭാരത്, കാസർഗോഡ്.